ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കാണാൻ പോകുന്നത് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കേരളം മൊത്തമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ എറണാകുളം ജില്ലയിൽ നമ്മൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്തെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. 2018 ഓഗസ്റ്റ് 16 മൺസൂൺ കാലത്തെ അസാധാരണമായ കനത്ത മഴ കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തെ ഗുരുതരമായ വെള്ളപ്പൊക്കം ബാധിച്ചു. ഒരു നൂറ്റാണ്ടിനിടെ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു. ചെങ്ങന്നൂർ, പാണ്ടനാട്, ഇടനാട്, ആറന്മുള, കോഴഞ്ചേരി, അയിരൂർ, റാന്നി, പന്തളം, കുട്ടനാട്, മലപ്പുറം, ആലുവ, ചാലക്കുടി, തൃശൂർ, തിരുവല്ല, ഇരവിപേരൂർ, വള്ളംകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ നിന്ന് 483 പേർ മരിച്ചു. 1 ദശലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചേന്ദമംഗലം, ചെല്ലാനം, വൈപ്പിൻ ദ്വീപ്, പാലക്കാട് സംസ്ഥാനത്തെ 14 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1/6 ആളുകളെ വെള്ളപ്പൊക്കവും അനുബന്ധ സംഭവങ്ങളും നേരിട്ട് ബാധിച്ചു. ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ലെവൽ 3 ദുരന്തമായി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ കടുത്ത പ്രകൃതിയുടെ ദുരന്തം. 1924-ലെ 99-ലെ മഹാപ്രളയത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ്. സംസ്ഥാനത്തിനകത്തെ 54 ഡാമുകളിൽ 35 തുറന്നത് ചരിത്രത്തിലാദ്യമായാണ്. ഇടുക്കി അണക്കെട്ടിന്റെ 5 ഓവർഫ്ലോ ഗേറ്റുകളും ഒരേ സമയം തുറന്നു. 26 വർഷത്തിനിടെ ആദ്യമായി പാലക്കാട് മലമ്പുഴ അണക്കെട്ടിന്റെ 5 ഗേറ്റുകൾ തുറന്നു. കനത്ത മഴയിൽ വയനാട്ടിലും ഇടുക്കിയിലും ഉരുൾപൊട്ടലും മലയോര ജില്ലകൾ ഒറ്റപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച ദേശീയ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി സ്ഥിതിഗതികൾ പതിവായി നിരീക്ഷിച്ചു. അണക്കെട്ട് തുറന്നത് സമീപത്തുള്ള പലരെയും തടസ്സപ്പെടുത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ സംസ്ഥാനത്ത് വെള്ളപ്പൊക്ക സംഭവങ്ങൾ ആവർത്തിച്ചതോടെ നിരവധി പഠനങ്ങൾ ഈ സ്വഭാവം വിശദീകരിക്കാൻ ശ്രമിച്ചു. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുള്ള മഴ 2018-ൽ കേരളത്തിൽ സാധാരണയേക്കാൾ 23% കൂടുതലായിരുന്നു. ഓഗസ്റ്റിൽ സാധാരണയിൽ നിന്ന് 96% മഴ ലഭിച്ചു. ഓഗസ്റ്റ് 8 വൈകുന്നേരം കേരളത്തിൽ കനത്ത മഴ ലഭിച്ചു. അത് പതിവിലും 116% കൂടുതൽ. വ്യക്തത ആവശ്യമാണ്. അതിന്റെ ഫലമായി അണക്കെട്ടുകൾ അവയുടെ പരമാവധി ശേഷിയിൽ നിറഞ്ഞു. തുടർന്നുള്ള 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് 310 മില്ലിമീറ്റർ 12 ഇഞ്ച് മഴ ലഭിച്ചു. കനത്ത മഴയെ തുടർന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്ന നിലയിലേക്ക് ഉയർന്നതിനാൽ മിക്കവാറും എല്ലാ ഡാമുകളും തുറന്നിരുന്നു. ഇത് പ്രാദേശിക താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി 54 ഡാമുകളിൽ 35 എണ്ണം തുറന്നു. ആഗോളതാപനത്തിന്റെ ആഘാതമായാണ് പ്രളയത്തെ കണക്കാക്കുന്നത്. IIT മദ്രാസ്, പർഡ്യൂ യൂണിവേഴ്സിറ്റി, IIT ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹൈഡ്രോളജി വിദഗ്ധർ നടത്തിയ സ്വതന്ത്ര ശാസ്ത്രീയ പഠനങ്ങൾ കനത്ത മഴയും ഡാം മാനേജ്മെന്റും വെള്ളപ്പൊക്കത്തിന് കാരണമായതായി നിഗമനം ചെയ്തു. IIT മദ്രാസിലെയും പർഡ്യൂ സർവകലാശാലയിലെയും ഗവേഷകരുടെ ഒരു സംഘം വെള്ളപ്പൊക്ക സംഭരണത്തിന്റെയും ഒഴുക്കിന്റെയും കമ്പ്യൂട്ടർ സിമുലേഷൻ അടിസ്ഥാനമാക്കി അണക്കെട്ടുകളിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടുന്നത് വെള്ളപ്പൊക്കം സൃഷ്ടിച്ച നാശത്തിന് കാരണമാകില്ലെന്ന് കണ്ടെത്തി. കൂടാതെ അത്തരം വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത 0.06%, ഒരു റിസർവോയർ മാനേജ്മെന്റിനും അത്തരം സാഹചര്യങ്ങൾ പരിഗണിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ കൂട്ടിച്ചേർത്തു. IIT ഗാന്ധിനഗറിലെ ഹൈഡ്രോളജി വിദഗ്ധൻ വിമൽ മിശ്ര വെള്ളപ്പൊക്കത്തിന്റെ 4 പ്രധാന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞു. അപ്രതീക്ഷിതമായ സാധാരണ മഴ, സീസണിൽ കേരളത്തിൽ ഉടനീളം സംഭവിക്കുന്ന അതിശക്തമായ മഴ, 90%-ത്തിലധികം ജലസംഭരണി സംഭരണം, സംസ്ഥാനത്തെ പ്രധാന ജലസംഭരണികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ അഭൂതപൂർവമായ അതിശക്തമായ മഴ. 2018-ലെ അസാധാരണമായ മഴയുടെ പ്രധാന കാരണം ഉഷ്ണമേഖലാ പസഫിക്കിലെ സിനോപ്റ്റിക് അസ്വസ്ഥതകളാൽ പ്രേരിപ്പിച്ച മിഡ് ട്രോപോസ്ഫിയറിലെ ഉയർന്ന ഫ്രീക്വൻസി മിക്സഡ് റോസ്ബി ഗ്രാവിറ്റി തരംഗങ്ങളാണ്. ഈ ഉയർന്ന ആവൃത്തിയിലുള്ള തരംഗങ്ങൾ ചുഴലിക്കാറ്റും ആന്റിസൈക്ലോണിക് രക്തചംക്രമണമായും പ്രകടമാവുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തടത്തിൽ ഉടനീളം വ്യാപിക്കുമ്പോൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സംവഹന മേഖലകൾ സ്ഥാപിക്കുന്നതിന് കാറ്റ് മണ്ഡലത്തെ വ്യാപിപ്പിക്കുകയും ചെയ്തു. 20 മുതൽ 40 ദിവസം വരെയുള്ള മാഡൻ ജൂലിയൻ ആന്തോളന ഘട്ടം ഉഷ്ണമേഖലാ സംവഹനത്തെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിലും
ഉയർന്ന ആവൃത്തിയിലുള്ള മോഡ് തീവ്ര സംഭവങ്ങളുടെ ഇടവേളകളിലെ അപാകമായ മഴയുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. IIT മദ്രാസ്, പർഡ്യൂ യൂണിവേഴ്സിറ്റി, IIT ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പോലുള്ള വിദഗ്ധ സമിതികൾ സ്ഥിരീകരിച്ചു. ഒരു റിപ്പോർട്ട് അഡ്വക്കേറ്റ് 2018 പ്രളയം സംസ്ഥാന സർക്കാരിന്റെ മോശം ഡാം മാനേജ്മെന്റിന്റെ ഫലമാണെന്ന് കേരള ഹൈക്കോടതി നിയോഗിച്ച ഉപദേഷ്ടാവ് ജേക്കബ് പി അലക്സ് ആരോപിച്ചു. സംസ്ഥാനത്തെ 79 അണക്കെട്ടുകളും ജലവൈദ്യുതമോ ജലസേചനമോ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാലിക്കപ്പെട്ടത്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നില്ല. ഡാം ഓപ്പറേറ്റർമാരുടെ പ്രധാന ആശങ്ക റിസർവോയർ ലെവൽ പരമാവധി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ഇത് അണക്കെട്ടുകൾ ഉപയോഗപ്പെടുത്താനാകുന്ന വെള്ളപ്പൊക്ക നിയന്ത്രണ ലക്ഷ്യവുമായി വൈരുദ്ധ്യമാണ്. റിസർവോയറുകളുടെ ഫ്ലഡ് കുഷൻ, അപ്രതീക്ഷിതമായ ഉയർന്ന ഒഴുക്ക് ആഗിരണം ചെയ്യാൻ ഡാമുകളിൽ നീക്കിവച്ചിരിക്കുന്ന സംഭരണ സ്ഥലം ആവശ്യമാണ്. ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവലോകനം ചെയ്യുക, അലക്സ് തന്റെ റിപ്പോർട്ടിൽ എഴുതി. അതിശക്തമായ മഴക്കാലത്ത് വിവിധ ജലസംഭരണികളിൽ നിന്ന് ഒരേസമയം വെള്ളം തുറന്നുവിട്ടത് നാശത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇത് പറഞ്ഞു. വിവിധ അലേർട്ടുകൾ നീല, ഓറഞ്ച്, ചുവപ്പ് EAP മാർഗനിർദ്ദേശം അനുസരിച്ചല്ല നൽകിയത്. റെഡ് അലർട്ട് പുറപ്പെടുവിച്ചതിന് ശേഷം കൃത്യമായ തുടർനടപടികളോ ഫലപ്രദമായ മുൻകരുതൽ നടപടികളോ, പ്രത്യേകിച്ച് ആളുകളെ ഒഴിപ്പിക്കാനും സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിക്കാനും സ്വീകരിച്ചിട്ടില്ല. അതിൽ പറയുന്നു. 2024 ഓഗസ്റ്റ് വരെ കേരള ഹൈക്കോടതി റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് സർക്കാർ പെട്ടെന്ന് വെള്ളം തുറന്നുവിട്ടതാണ് കേരളത്തിലെ പ്രളയക്കെടുതിക്ക് കാരണമെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു. സംസ്ഥാനത്തിനകത്ത് നിന്നുള്ള കനത്ത മഴയെ തുടർന്ന് കേരളത്തിലുടനീളമുള്ള 80 റിസർവോയറുകളിൽ നിന്ന് അധികജലം പുറന്തള്ളുന്നതാണ് പ്രളയത്തിന് കാരണമായതെന്ന് തമിഴ്നാട് സർക്കാർ വാദിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള പുറന്തള്ളൽ ഗണ്യമായി കുറവാണെങ്കിലും ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണം അഭൂതപൂർവമായ കനത്ത മഴയെ തുടർന്ന് സ്വന്തം വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒഴുക്കാണ് പ്രധാനമായും കാരണമെന്നും അത് വാദിച്ചു. 489-ലധികം ആളുകൾ മരിച്ചു, 15 പേരെ കാണാതാകുന്നു, 140 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം 33,000 പേരെ രക്ഷിച്ചതായി ദി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ജലശുദ്ധീകരണ പ്ലാന്റുകൾ വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്താൻ നിർബന്ധിതരായി. ഇത് ശുദ്ധജലത്തിന്റെ മോശം ലഭ്യതയ്ക്ക് കാരണമായി, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ. പ്രളയബാധിതരെ പാർപ്പിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിലായി 3274 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 12,47,496 പേർ ഇത്തരം ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചു. വെള്ളപ്പൊക്കം നൂറുകണക്കിന് ഗ്രാമങ്ങളെ ബാധിച്ചു. ഏകദേശം 10,000 കിലോമീറ്റർ 6,200 മൈൽ റോഡുകൾ നശിപ്പിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. സർക്കാർ ഓണാഘോഷങ്ങൾ ഒഴിവാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു. ഓഗസ്റ്റ് 12-ന് അന്താരാഷ്ട്ര ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും തിരക്കേറിയതും സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയതുമായ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് റൺവേ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഓഗസ്റ്റ് 29 വരെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചു. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളും അടച്ചു. സുരക്ഷാ കാരണങ്ങളാൽ വിനോദസഞ്ചാരികളെ ചില ജില്ലകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ നിരോധിക്കുകയോ ചെയ്തു. കൊച്ചി മെട്രോ ഓഗസ്റ്റ് 16-ന് അടച്ചു. പിന്നീട് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തു. കനത്ത മഴയും ജലനിരപ്പ് ഉയരുന്നതും കാരണം തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഷൊർണൂർ, പാലക്കാട് സെക്ഷനുകളിലെ ട്രെയിൻ ഗതാഗതം ദക്ഷിണ റെയിൽവേ നിർത്തിവച്ചു. വിമാനങ്ങൾ, ബോട്ടുകൾ, രക്ഷാപ്രവർത്തനം, മെഡിക്കൽ ടീമുകൾ, പോലീസ് എന്നിവ ഉൾപ്പെടുന്ന വലിയ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർക്ക് സർക്കാർ സാധനങ്ങൾ നൽകുകയും നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. വിവിധ മേഖലകളിലുടനീളം സഹായവും പിന്തുണയും ഏകോപിപ്പിക്കുന്ന നിയന്ത്രണ കേന്ദ്രങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉയർന്നുവന്നു. 669 മത്സ്യബന്ധന ബോട്ടുകളുമായി കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ 4,537 മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതായി സർക്കാർ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 65,000-ത്തിലധികം ആളുകളെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ഭാഗികമായി തകർന്ന മത്സ്യബന്ധന ബോട്ടുകൾ നന്നാക്കാൻ സർക്കാർ ധനസഹായം നൽകുമെന്നും പൂർണ്ണമായും നശിച്ച ബോട്ടുകൾക്ക് പുതിയവ നൽകുമെന്നും ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞു. കണക്കുകൾ പ്രകാരം 7 ബോട്ടുകൾ പൂർണ്ണമായും 452 എണ്ണം ഭാഗികമായും നശിച്ചു. ഓഗസ്റ്റ് 11-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് പറഞ്ഞു, കാര്യങ്ങൾ നല്ല നിയന്ത്രണത്തിലാണ്, സർക്കാർ സ്ഥിതിഗതികൾക്ക് മുകളിലാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏരിയ സർവേ നടത്തി കേരളീയർക്ക് ഫെഡറൽ പിന്തുണ വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയത്തെക്കുറിച്ച് വിവരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് പ്രളയബാധിത പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് UAE എംബസി തങ്ങളുടെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. തെക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസ സഹായം നൽകുന്നതിന് ദേശീയ അടിയന്തര സമിതി രൂപീകരിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. ഇന്ത്യൻ സംസ്ഥാനം കേരളം UAEയിൽ നിന്ന് $100 മില്യൺ സഹായം വാഗ്ദാനം ചെയ്തതാണ് വിവാദമായത്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ എഴുതി. UAE കേരളത്തിന് 700 കോടി രൂപ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. UAEയുമായി കേരളത്തിന് പ്രത്യേക ബന്ധമുണ്ട്. മലയാളികൾക്കായി ഒരു വീട്. അവർ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരു രാജ്യത്തു നിന്നും സാമ്പത്തിക സഹായത്തിനായി ഇത്തരമൊരു ഓഫർ ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് ഇന്ത്യയിലെ UAE അംബാസഡർ അറിയിച്ചു. ഓഗസ്റ്റ് 11 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് പറഞ്ഞു, കാര്യങ്ങൾ നല്ല നിയന്ത്രണത്തിലാണ്, സർക്കാർ സ്ഥിതിഗതികൾക്ക് മുകളിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏരിയ സർവേ നടത്തി കേരളീയർക്ക് ഫെഡറൽ പിന്തുണ വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയത്തെക്കുറിച്ച് വിവരിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന് പ്രളയബാധിത പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് UAE എംബസി തങ്ങളുടെ പൗരന്മാരോട് അഭ്യർത്ഥിച്ചു. തെക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും എംബസി അറിയിച്ചു. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ദുരിതാശ്വാസ സഹായം നൽകുന്നതിന് ദേശീയ അടിയന്തര സമിതി രൂപീകരിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടു. ഇന്ത്യൻ സംസ്ഥാനം കേരളം UAEയിൽ നിന്ന് $100 മില്യൺ സഹായം വാഗ്ദാനം ചെയ്തതാണ് വിവാദമായത്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ എഴുതി. UAE കേരളത്തിന് 700 കോടി രൂപ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. UAEയുമായി കേരളത്തിന് പ്രത്യേക ബന്ധമുണ്ട്. മലയാളികൾക്കായി ഒരു വീട്. അവർ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരു രാജ്യത്തു നിന്നും സാമ്പത്തിക സഹായത്തിനായി ഇത്തരമൊരു ഓഫർ ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് ഇന്ത്യയിലെ UAE അംബാസഡർ അറിയിച്ചു. 2018 ഓഗസ്റ്റ് 15 മുതൽ 17 വരെ പെരിയാർ തടത്തിൽ പെയ്ത മഴയുടെ ആഴം 588 മില്ലിമീറ്ററാണ്. CWCയുടെ നീലേശ്വരം G&D സൈറ്റ് അനുസരിച്ച് നീലേശ്വരത്ത് പെരിയാറിലൂടെ കടന്നുപോകുന്ന പരമാവധി ഡിസ്ചാർജ് 8800 ക്യൂബിക് മീറ്റർ സെക് ആണ്. ഓഗസ്റ്റ് 16 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി റിസർവോയർ 1.4 BCM, ഇടമലയാർ റിസർവോയർ 1.1 BCM എന്നിവയാണ് പെരിയാർ തടത്തിലെ പ്രധാന സംഭരണികൾ. ഇടുക്കി റിസർവോയറിൽ നിന്ന് 2018 ഓഗസ്റ്റ് 16 പരമാവധി റിലീസ് 1500 ക്യൂബിക് മീറ്റർ സെക്കൻഡ് ആയിരുന്നു. 2532 ക്യൂബിക് മീറ്റർ സെക് എന്ന ഇൻഫ്ലോയ്ക്കെതിരെ അങ്ങനെ 1032 ക്യൂബിക് മീറ്റർ സെക് എന്ന വെള്ളപ്പൊക്ക നിയന്ത്രണം കൈവരിക്കാൻ കഴിഞ്ഞു. 2018 ഓഗസ്റ്റ് 16 ഇടമലയാറിൽ നിന്നുള്ള റിലീസ് 963 ക്യൂബിക് മീറ്റർ സെക് ആയിരുന്നു. അതിൽ 1164 ക്യൂബിക് മീറ്റർ സെക് 2018 ഓഗസ്റ്റ് 17 നീലീശ്വരത്ത് ഡിസ്ചാർജ് 8600 ക്യൂബിക് മീറ്റർ സെക് ആയിരുന്നു. ഇടുക്കി, ഇടമലയാർ ജലസംഭരണികളിൽ നിന്നുള്ള റിലീസ് 1500 ക്യൂബിക് മീറ്റർ സെക്, ഇൻഫ്ലോ 1610 ക്യൂബിക് മീറ്റർ സെക്, 1272 ക്യൂബിക് മീറ്റർ സെക്, ഇൻഫ്ലോ ഓഫ് 1007 ക്യൂബിക് മീറ്റർ സെക്. ഇടുക്കി, ഇടമലയാർ അണക്കെട്ടുകളുടെ ഡിസ്ചാർജ് കപ്പാസിറ്റി യഥാക്രമം 5013 ക്യൂബിക് മീറ്റർ സെക്കും 3012 ക്യൂബിക് മീറ്റർ സെക്കും ആയതിനാൽ ജലം പുറത്തുവിടുന്നത് നിയന്ത്രിതമാണ് എന്ന് CWCയുടെ വിശകലനം കണ്ടെത്തി.
ബോട്ട്
നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന മഴ ലഭിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കേരളം കടുത്ത വരൾച്ചയുടെ ഭീഷണിയിൽ അകപ്പെട്ടു. കിണറുകൾ, കുളങ്ങൾ, നദികൾ എന്നിവയിലെ ജലനിരപ്പ് ഏറ്റവും താഴ്ന്ന നിലയിൽ രേഖപ്പെടുത്തുകയും ചില കിണറുകൾ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. സംസ്ഥാനത്തുടനീളം പ്രളയത്തിന് ശേഷമുള്ള പ്രതിഭാസത്തെക്കുറിച്ച് പഠനം നടത്താനും പ്രശ്നത്തിന് സാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് നിർദ്ദേശം നൽകി. ബി മലയോര മേഖലയിലെ മേൽമണ്ണ് വൻതോതിൽ ഒഴുകിപ്പോകുന്നതും നദികളിലെ ചെളിക്കെട്ടുമാണ് ഇടിയാൻ കാരണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്വയംഭരണ ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിത പറഞ്ഞു. ജലനിരപ്പ് 168 മലയോരങ്ങളിലെയും ഉയർന്ന പ്രദേശങ്ങളിലെയും മേൽമണ്ണ് പ്രളയത്തിൽ പലയിടത്തും 2 മീറ്ററോളം താഴ്ചയിലേക്ക് നീങ്ങി. മുകളിലെ മണ്ണ് ഷേവ് ചെയ്തതിനാൽ മഴവെള്ളത്തിൽ സ്പോഞ്ച് ചെയ്യാനുള്ള കുന്നുകളുടെ ശേഷി നശിപ്പിച്ചു, അവർ പറഞ്ഞു. വനനശീകരണം, മലയോര പ്രദേശങ്ങളിലെ ദോഷകരമായ ഭൂവിനിയോഗം, തോടുകളിലെയും നദികളിലെയും മണൽ ഖനനം എന്നിവ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക നാശവും മണ്ണിന്റെ മുകൾ ഭാഗത്തെ ഒഴുക്കിനും ചെളിവെള്ളത്തിനും കാരണമായതായി ശ്രീമതി അനിത ചൂണ്ടിക്കാട്ടി. മാക്രോ തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം ഇത് കൂടുതൽ വഷളാക്കി. വെള്ളപ്പൊക്കത്തിന് ശേഷം നദികളിലും ഗാർഹിക കിണറുകളിലും ജലനിരപ്പ് താഴുന്നത് സാധാരണമാണെന്ന് കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദഗ്ധർ പറഞ്ഞു. സാധാരണയായി ഒരു നദി വായ്നാറ്റം വരെ സ്വന്തം മണലിലൂടെ ഒഴുകുന്നു. എന്നിരുന്നാലും ഇത്തവണ വെള്ളപ്പൊക്കത്തിനൊപ്പം മണലും പാറകളും യുവാക്കളിൽ എടുത്ത് ഡിസ്ചാർജ് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ നദികളിലെ ജലനിരപ്പ് നദീജലനിരപ്പ് കുറയുമ്പോൾ നദികളും ഭൂഗർഭജലവിതാനവും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഭൂഗർഭജലവിതാനം നികത്തപ്പെടുന്നില്ല. ജിയോളജിസ്റ്റും NEDCയിലെ പ്രൊഫസറുമായ K ശശീന്ദ്രൻ പറഞ്ഞു. വട്ടഞ്ചൂരിയാണല്ലോ. കിട്ടുന്നുണ്ട്. അത്ര വലിയ ക്യാമറ അല്ല, മറ്റേ സാധാരണ പോലെ. 2023 ഏപ്രിലിൽ 2018 കേരള പ്രളയത്തെ ആസ്പദമാക്കിയുള്ള മലയാളം ഭാഷാ സർവൈവൽ ത്രില്ലർ ചിത്രം 2018 എല്ലാവരും ഒരു ഹീറോയാണ് റിലീസ് ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.